എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിടയിക്കിരി റിയാക്ഷനാണ് പുഷ്പ ടു ദ റോൾ. ഫഹദ് ഫാസിൽ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആൾക്ക് പറയാനുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ ആൾ ഇതിന് മുന്നേ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടെന്നല്ല, ഒരുപാട് തുമ്മുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നസ്രിയും തുമ്മുന്നു. എന്തിനാ നീ എന്തിനാ ഇപ്പൊ തുമ്മിയ? നിങ്ങൾ എന്തിനാ തുമ്മിയത്? അത് തന്നെയാണ് ഞാനും തുമ്മിയത്. അല്ല, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. നസ്രിയാണ് ഈ അടുത്ത് പറഞ്ഞത്. സൂക്ഷ്മദർശിനി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആള് പറഞ്ഞിരുന്നു പുഷ്പ 2 നമ്മുടെ ഫഹദ് തകർത്താടും. തകർത്താടിയിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞ പോലെ അഴിച്ചാടിയിട്ടുണ്ട്. അഴിഞ്ഞാട്ടമായിരുന്നു. ഓക്കെ, എന്തായാലും സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഒരു 8 മാസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സുമാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള താല്പര്യം കാരണമാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. അല്ലാതെ തൻ്റെ കയ്യിൽ നിന്ന് ഒരു മാജിക്കും ഈ പുഷ്പ 2 നിന്ന് പ്രതീക്ഷിക്കണ്ട, ഒരു സാധാരണ ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് ആള് ഇതിന് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വില്ലനായിട്ട് പോലും എടുക്കാൻ പറ്റൂല പുഷ്പ 2. ഇതിനേക്കാളും സ്പേസ് കുറവായിരുന്നു പുഷ്പ 1. അത് ഗംഭീര റോളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ആ സമയത്ത് എന്താ പറയാ, ഫഫേന്റെ ക്യാരക്ടർ വരുന്നോടം മുതൽ തന്നെ എമ്മാരി ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ്. അവിടുന്ന് അങ്ങോട്ട് അപ്പോഴാണ് ശരിക്കും അടുത്ത പാർട്ടിൽ ഫഫ തകർക്കും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിച്ച സാധനം. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും സിമ്പിളായിട്ട് കഥ പറയാം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ, അത് വേറെ ലെവലിൽ പറയായിരുന്നു. കാരണം അത്രയും ക്രൂരനായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഫഹദിനെ ഫസ്റ്റിൽ വെച്ചത്, പ്ലേസ് ചെയ്തത്. ഇതില് ആള് അങ്ങ് നന്മയുള്ള ഒരാളായിപ്പോയി. ഇതില് കോമാളി. അതെ. പിന്നെ അതുപോലെ തന്നെയാണ് അതിലെ പുഷ്പ 1 എന്താ നമ്മുടെ സുനിൽ ചെയ്ത ക്യാരക്ടർ. സുനിലിന്റെ ക്യാരക്ടർ എമ്മാരി ക്യാരക്ടർ ആയിരുന്നു അത്. ആ ക്യാരക്ടറിനൊക്കെ ഈ പുഷ്പ 2 കൊണ്ട് വെച്ചേക്കുന്നത് എന്താണ്? അതെ, വെറുതെ ഏതൊക്കെയോ വഴിക്ക് എന്തൊക്കെയോ ചെയ്യുന്നൊരു കഥാപാത്രം. ആര്? നമ്മുടെ പുഷ്പരാജ്. ആ സുകുമാർ, എനിക്ക് തോന്നിയ സുകുമാർ മറ്റേ ആ ഒരു നമ്മുടെ റൺവേ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒരു ഈഗോ സാധനം കൊണ്ടുപോകാൻ, ഇവര് തമ്മിലുള്ള ഈഗോ മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. സിനിമ അടിപൊളിയായാന്. നേരത്തെ പറഞ്ഞാൽ ഞങ്ങളെങ്കിലും അയച്ചു തന്നേനെ റൺവേ. അങ്ങനല്ല, ഒരുപാട് ലിങ്കും സീഡിയും തന്നെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ റൺവേ എന്റെ കയ്യിൽ കിട്ടിയില്ല. ഒരു ഈഗോ വെച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മാരി സാധനമായിരിക്കും. പുഷ്പരാജ് എന്ന് പറഞ്ഞാൽ ചന്ദനക്കടത്തിലെ കിങ്. അപ്പുറത്ത് ആളോട് ചെയ്ത ഇത് വെച്ചിട്ട് നിൽക്കുന്ന വാശിയുള്ള അപമാനം താങ്ങാൻ വയ്യാണ്ട് നിൽക്കുന്ന ക്യാരക്ടറായിട്ട് അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടിനെ കൊല്ലുന്ന സീനൊക്കെ എന്താണ്? ആളുടെ ക്യാരക്ടർ അതിലില്ലേ. എന്നിട്ട് ഇതിൽ എന്താണ് ചെയ്യുന്നത്? അന്താക്ഷരി കളിക്കേ. അന്താക്ഷരി കളിക്കുന്ന കൂടുതല് പുഷ്പ ഫസ്റ്റ് കാണിക്കുന്ന സീൻ തന്നെ ഫഫേനെയാണല്ലോ. മറ്റേ പണിക്കാരുടെ കൂഞ്ഞു പിടിച്ച്. അല്ലേ, അങ്ങനെ വന്ന് അതിന് ശേഷം ആളുടെ ആ ഒറിജിനൽ ലുക്കിലേക്ക് വരുമ്പോ പിന്നെ അങ്ങ് ടെററാവുന്നൊക്കെ കരുതി. നല്ല ടെററായിരുന്നു. എന്താണെങ്കിലും എന്തായാലും പറയാനുള്ളത് നമുക്ക് മറ്റുള്ളവരോട് കേൾപ്പിച്ചു കൊടുക്കണം. ശരിയാ. എന്തായാലും ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. ഫഹദ് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവം അല്ലേ, അതും സംഭവം വെച്ചിട്ടുള്ള ഒരു 2 ട്രോൾ വീഡിയോ. ഒന്ന് ട്രോൾ ആൻഡ് പൊക്ക്. ഏതാണ് പൊക്ക്? പൊക്കു ട്രോൾ ആൻഡ് പൊക്കു. ഓക്കെ, അതാണ് ഞങ്ങൾ പൊക്കിക്കണേ. കാണാം നമുക്ക്. നീ പൊക്കല്ലേ എന്ന് പറയുന്നത്. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. കൗണ്ടർ അപ്പൊ പഠിക്കണല്ലോ. പൊക്കല്ലേ എന്ന് ഒരിക്കലും ശ്രീവല്ലി പറയില്ല. എന്താ റെഡി? ഞാൻ വിചാരിച്ചു നീ അങ്ങനെ പറയാൻ പാടില്ല. ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ എന്നെ പുകഴ്ത്തൽ? Do you have a sense of it? No, I have no sense of it. I don't think Pushpa has done anything to me. Pushpa has done anything to me. പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. Really? Absolutely. I tell Susa that I don't have to hide it. I have to be very honest. I'm doing my stuff here. നാടകം തോറ്റു. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒന്നും തോന്നില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. അതെ, അതും കാട്ടാവരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടാവരോധമായിട്ട് തോന്നും. I don't think people
expect magic from me from Pushpa. No. ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലവെച്ചത്? എന്റെ കൺമുമ്പിലെങ്ങാനും വന്ന ഞാൻ It's pure. ഇത് സുകുമാറിനെ പറഞ്ഞിട്ട് കാര്യമില്ല love for കേട്ടോ. അറിഞ്ഞിട്ട് കൊടുത്തതാണെങ്കിലേ My stuff is here, very clearly. നീയാണെന്ന് പറഞ്ഞു. എന്തിന്? ആദ്യത്തെ കഥ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ കഥ ആശാദന വെച്ചോ. To believe that Pushpa would change me, Pushpa would take me to a different. No, I don't believe that. അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ടില്ലല്ലോ. But do you believe you're a pan-Indian star? No, I'm just an actor here. You know, I have nothing to do with Pan India and all that. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ആണ് തളരുത് രാമൻകുട്ടി, തളരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഒരിക്കലും നാടി ഒന്നു തടവുമ്പോൾ ഈ നാടും ഇളകിയിടുന്നേ. കറക്റ്റ് സാധനം. ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ആയിക്കോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നുപോലെ. ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായതാ ലാസ്റ്റ് വന്നിട്ടുള്ള. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന പൊന്നു പോലെ. എന്തായാലും കൊള്ളാം. അപ്പൊ അറിഞ്ഞിട്ട് ചെയ്തതാണല്ലേ? അറിഞ്ഞിട്ട് തല വെച്ച് കൊടുത്താ, അങ്ങനെ വെച്ചു കൊടുത്താകുമ്പോ ഏറ്റവും അങ്ങനെ അപ്പൊ ഇതന്നെ പ്രശ്നം. ഓ തീർച്ചയായിട്ടും. കാരണം കുറച്ച് ചെയ്താൽ മതി. അതായത് മുഴുനീളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒരു മുഴുനീള സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സീനിലും ഏതാണ്ട് കൂടുതൽ സീനുകളിലും 70% വരണം, നായകൻ വരണം. അപ്പോൾ എന്നിട്ട് അതിന് കിട്ടുന്ന പ്രതിഫലമോ അത്ര ഉണ്ടാവില്ല. ഇത് കുറച്ച് സീന് വന്നാൽ മതി, സംഭവം സിമ്പിളാണ്. പിന്നെ ഓവറായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഓവറായിട്ടൊന്നും ചെയ്യാനുമില്ല. അതെ. പഴയ സാധനം തന്നെ വലിയ അതിനുവേണ്ടി വലിയ തയ്യാറെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൊട്ടടിച്ചാൽ മതി. ഷമ്മിയിൽ നിന്ന് മാറിയിട്ട് അതെ, ഒരു മൊട്ടടി. ഒന്ന് മൊട്ടയടിക്കുക, സ്ഥിരം ശൈലിയിലുള്ള സാധനം ചെയ്തും വെക്കുക, അതെ. സംഭവം കഴിഞ്ഞു, സിമ്പിൾ. അയ്യോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേ ബാക്കിൽ നിന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ പുഷ്പ വണ്ണൊന്നും ഇടാൻ പറ്റുമോ? സത്യമായിട്ടും. കാരണം ഇമാതിരി അപരാധം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, എന്തായാലും അടുത്തൊരു ട്രോൾ വീഡിയോ ഉണ്ട്, വരുന്നുണ്ട്, തീരൂല. മല്ലു ട്രോൾസ് ചെയ്താണ്. ഓക്കെ. Now, especially post Pushpa and what that film did. I don't think Pushpa. Do you have a sense of it? No, I have no sense of it. I don't think Pushpa has done anything to me. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. I tell Sugu sir that I don't have to hide it. I have to be very honest. I'm doing my stuff here. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലവെച്ചത്? Compare, I mean, yeah. So no disrespect or anything. I don't think people expect magic from me from Pushpa. No. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. അത് ഗംഭീരമായിട്ട് ഫഹദ് ചെയ്ത് ഡെലിവർ ചെയ്ത് ഞെട്ടിച്ച ഒരു കഥാപാത്രം ഈ IPS ഓഫീസറും ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി, ബഫൂൺ, ലാഫിംഗ് സ്റ്റോക്ക്, ഒരു ഗുഡ് ഫോർ നത്തിങ്, അതായത് തനി കോമാളി. സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. It's pure collaboration, love for Sugu sir. My stuff is here, very clearly. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചേരേണ്ടത്. താനാണ് ഇതിനൊക്കത്തിനും കാരണം. വില്ലനായിട്ടായി കഴിഞ്ഞാൽ, സഹനടനായിട്ടായി കഴിഞ്ഞാൽ ഇത്രയും ഒരു കോമാളിത്തര ലെവലിലേക്ക് ഫഹദ് പോകുന്നു നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ശരിക്കും ആ കഥാപാത്രത്തെ ഒരു കൊന്നുകളഞ്ഞു, ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തി കളഞ്ഞു. നാണം കെട്ട പരിപാടിയായി പോയി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അതുമായിട്ട് യാതൊരു ആത്മബന്ധവും ഇല്ലെന്ന്. ഇതിൽ കോമാളാക്കി കളഞ്ഞു. അത് ഫഹദ് ചെയ്തു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് പിന്നെ ഫഹദ് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നായകൻ മൂത്രം ഒഴിച്ചിട്ട് അതിൽ മറ്റേ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിച്ചിട്ട് അതിൽ കുളിക്കേണ്ട ഒരു മൂത്രത്തിൽ കുളിക്കേണ്ടി വന്ന ഒരു അന്യഭാഷ നടൻ, അതും ഫഹദിന്റെ കാലിബറുള്ള ഇത്രയും പാൻ ഇന്ത്യൻ റീച്ചുള്ള ഇത്രയും മൈൽ സ്റ്റോൺ വർക്ക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറിന്റെ ഗതികേടാണെന്ന് ആലോചിക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. എന്തിനാണ് അങ്ങനെ സുകുമാർ അങ്ങനെ ഫഹദിന്റെ ക്യാരക്ടറിനെ ഈ ബൻവർ സിംഗിനെ ഇല്ലാതാക്കി കളഞ്ഞു?
ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ എരപ്പൻ. എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് ഫഹദിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വേസ്റ്റ് കഥാപാത്രം. ഇതെന്തായാലും ഒരു നാട്ട കേസായി. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അവസരത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. അല്ല അല്ലു അർജുൻ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫഫക്ക് പറ്റാതിരിക്കോ? പിന്നെ അല്ലു അർജുൻ സൂപ്പറാന്ന് എഴുതിട്ടോ. ഇപ്പൊ ഫഹദിനെ മാത്രം എടുത്ത് പറയുമ്പോഴേ അല്ലു അർജുൻ അങ്ങ് വേറെ ലെവലും ഫഫ അങ്ങനെ ഒരിക്കലല്ല കേട്ടോ. ഏറ്റവും വലിയ കോമാളി ഇതില് അല്ലു അർജുന, ശേഷം രശ്മിക, ശേഷം ഫഹദ്. എന്റെ ദൈവമേ, ക്ലിപ്പുകളൊക്കെ കിടന്ന് കളിക്കണ കാണണം. ലാസ്റ്റത്തെ കരച്ചില്, പിന്നെ നമ്മുടെ അവാർഡിന് വേണ്ടിയിട്ടുള്ള ശ്രീവല്ലിന്റെ പെർഫോമൻസ്. ഓഹോ, ചിരിക്കാണ് തിയേറ്ററിൽ. നീ ആരുടെ ആളാ? ഞാൻ പുഷ്പേന്റെ ആള്. ഞാൻ പുഷ്പന്റെ ചേട്ടന്റെ ഫ്രണ്ട്, പുഷ്പന്റെ അയൽവക്കത്തെ ചേച്ചിയുടെ എന്താള്. പുഷ്പ എന്ന് പറഞ്ഞ പേരല്ലടാ, ബ്രാൻഡാണെന്ന് പറഞ്ഞ. മുടിയും കൊണ്ട് മാറ്റും. അപ്പൊ ജനങ്ങൾ നെഞ്ഞത്ത് ദൈവമേ, നാഷണൽ അവാർഡാണല്ലോ അടിയിൽ കിട്ടാൻ പോണത്. അയ്യോ, ഈ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫസ്റ്റിൽ ഒറ്റ കൈ, അതിനുശേഷം 2 കൈ ഒരുമിച്ച് വന്നില്ലേ? ഓ, 2 അവാർഡ്. 2 പുഷ്പ, സോറി 2 നാഷണൽ അവാർഡ്. ഒന്ന് നായകനും ഒന്ന് നായികയ്ക്കും. പറ്റുകയാണെങ്കിൽ 2-3 കൂടി കൊടുക്ക്. ഇനിയിപ്പോ മൂത്രം കുടിച്ചതിന് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഇത് തുടരും. ബൈ. ബൈ.